നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 10th പ്രിലിംസ് 2026 ഒന്നാം ഘട്ട പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളുടെ അനുബന്ധ വിവരങ്ങളുടെ ഡിസ്കഷൻ ആണ്. ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ സെഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. ഇതുവരെ 2 സെഷൻസ് എടുത്തിട്ടുണ്ട്, കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആക്കി പഠിച്ചിട്ട് പോവുക. അപ്പൊ അടുത്തടുത്ത ഘട്ടങ്ങളിലെ പരീക്ഷ ഉള്ള ആൾക്കാര് ഈ ഫേസിൽ ചോദിച്ച 100 ചോദ്യങ്ങളുടെയും റിലേറ്റഡ് ഫാക്ട് നന്നായിട്ട് തന്നെ നോക്കിയിട്ട് പോണേ. ഏതൊക്കെയാണ് സോഴ്സ്, ആ വക കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യത്തെ ചോദ്യം: ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ഓപ്ഷൻ സി, ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1928. 1928 ഗുജറാത്തിലെ ബർദോളിയിലാണ് ഈ ഒരു സമരം നടന്നത്. എന്തായിരുന്നു കാരണം? ബോംബെ പ്രസിഡൻസി അവിടുത്തെ കർഷകരുടെ മേൽ നികുതി 30% വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു ഈ ഒരു സമരം. വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ കർഷകർ നികുതി നിഷേധ സമരം വിജയകരമായി നടത്തി. ഇനി ഈ ഒരു പേരിനു പിന്നിൽ, പേരാണല്ലോ നമ്മൾ ചോദിച്ചത്, സമരത്തിന്റെ വൻ വിജയത്തെ തുടർന്ന് ബർദോളിയിലെ സ്ത്രീകളാണ് വല്ലഭായ് പട്ടേലിനെ സർദാർ അഥവാ നേതാവ് എന്നാദ്യമായി വിളിച്ചത്. കൂടാതെ ഗാന്ധിജി വഴിയാണ് ഈ പേര് ജനപ്രിയമായത് എന്നുകൂടി ഓർക്കുക. അപ്പോ ആരാണ് വിളിച്ചത് എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ പേര് പറഞ്ഞാൽ മതി. സത്യാഗ്രഹത്തിന് വല്ലഭായ് പട്ടേൽ നൽകിയ നേതൃത്വത്തെ അനുസ്മരിച്ച് ഗാന്ധിജി അദ്ദേഹത്തിന് നൽകിയ സ്ഥാനപ്പേര് ഏതാണെന്ന് ചോദിച്ചാൽ സർദാർ എന്ന സ്ഥാനപ്പേരാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ബർദോളി സത്യാഗ്രഹം നടന്നത് എന്ന് ചോദിച്ചാൽ ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബർദോളി സമരം. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേലിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെ? അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ ബിസ്മാർക്ക്, നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർത്തതിനാൽ ഇന്ത്യയിലെ ബിസ്മാർക്ക് എന്ന വിളിപ്പേര് ആർക്കുണ്ട്? സർദാർ വല്ലഭായ് പട്ടേൽ. സിവിൽ സർവീസുകാരുടെ സംരക്ഷകൻ, പേട്രൺ സെയിന്റ് ഓഫ് ഇന്ത്യസ് സിവിൽ സർവൻസ് എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പൊ ഈ ഒരു ചോദ്യം നമ്മൾ അല്ലാതെ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ, ഇന്ത്യൻ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന പ്രക്ഷോഭങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. ജനറൽ ആയിട്ടുള്ള ചോദ്യമാണ്. കൂടാതെ നമ്മുടെ NCERT +2 തീംസ് ഇൻ ഇന്ത്യ ഹിസ്റ്ററി എന്ന ആ ഒരു ടെക്സ്റ്റ് ബുക്കില് മഹാത്മാഗാന്ധി ആൻഡ് ദ നാഷണലിസ്റ്റ് മൂവ്മെന്റ് ആ ഒരു അധ്യായത്തിൽ പറയുന്നുണ്ട്. അതുപോലെ SCERT പരാമർശിക്കുന്നുണ്ട്. ജനറൽ ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഓപ്ഷനിലെ 2 സത്യാഗ്രഹങ്ങൾ നോക്കിക്കേ. ഖേദ സത്യാഗ്രഹവും ചമ്പാരൻ സത്യാഗ്രഹവും. അതുകൂടെ നോക്കിയാലോ. അപ്പൊ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ബീഹാറിലാണെന്ന് ഓർക്കുക. ബീഹാർ. തിങ്കതീയ സമ്പ്രദായവുമായി, അത് ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. കൂടാതെ ബ്രിജ് ബാബു കിഷോർ പ്രസാദിന്റെ പേരും കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഓർക്കുക. 1916 INCയുടെ ലക്നൌ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ബ്രിജ് ബാബു കിഷോർ പ്രസാദ്. ഇനി ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവിന്റെ പേരെന്തുവാണ്? രാജ്കുമാർ ശുക്ലയാണ്. രാജ്കുമാർ ശുക്ല. ഓർക്കുമല്ലോ. അപ്പൊ തിങ്കതീയ സമ്പ്രദായം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ തിങ്കതീയ സമ്പ്രദായം? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ധനനയത്തിന്റെ ഭാഗമായി
ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സമ്പ്രദായമാണ് തിങ്കതിയ സമ്പ്രദായം. ഈ സമ്പ്രദായം അനുസരിച്ച് കർഷകർ തങ്ങളുടെ ഭൂമിയുടെ 20/3 നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധമാക്കി. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിക്കേ, ഖേദ സത്യാഗ്രഹം. ഖേദ സത്യാഗ്രഹം നടന്ന വർഷം 1918 ഗുജറാത്തിൽ തന്നെയാണ് നടന്നത്. ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് ഖേദ സത്യാഗ്രഹം. വരൾച്ചയെ തുടർന്ന് കർഷകർ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട നികുതി ഇളവ് ലഭിക്കാത്തതിനെ തുടർന്ന് ഗാന്ധിജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നികുതി നിഷേധ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും ഇതിന്റെ ഫലമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് 2 വർഷത്തേക്കുള്ള നികുതി വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച നേതാക്കൾ ആരൊക്കെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ദുലാൽ യാഗ്നിക് എന്നിവരാണെന്ന് ഓർക്കുക. അപ്പോ പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ വെറുതെ ഇരിക്കരുത്, മെയിൻസിന് വേണ്ടിയിട്ട് പഠനം തുടങ്ങിക്കോളാം. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷ കഴിഞ്ഞ ആൾക്കാരാണ്, അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കരുത്. നിങ്ങൾക്ക് സമയം ഒരുപാട് കിട്ടുന്നു. ബാക്കിയുള്ള സ്റ്റേജിലെ ആൾക്കാർ പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ മെയിൻസ് സ്റ്റാർട്ട് ചെയ്തോണം. ഓക്കെ, ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തോണം. പ്രിലിംസ് ഒരുവിധം പഠിച്ചു കഴിഞ്ഞ ആൾക്കാരും ഇനി പ്രിലിംസ് പരീക്ഷയിൽ ഇങ്ങനെ അതിനുവേണ്ടി മാത്രമേ പഠിക്കൂ അത് കരുതരുത്. മെയിൻസിന് വേണ്ടി ഇപ്പോഴേ തുടങ്ങിക്കോളൂ, നേരത്തെ തുടങ്ങിക്കോളൂ. നേരത്തെ തുടങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ മെയിൻസ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. ക്ലാസ് ഉടനെ തന്നെ നമ്മൾ ആരംഭിക്കുകയാണ്. ഫുൾ സിലബസ് കവറേജ് ആണ്. ഫീസ് 1299 മാത്രമേ വരുന്നുള്ളൂ. ഈ വർഷം അവസാനം വരെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. 2026 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഫുൾ സിലബസ് കവറേജ് SCERT NCERT ക്ലാസുകൾ ഉൾപ്പെടെയാണ്. ഫുൾ സിലബസ് കവറേജ് എന്ന് പറയുമ്പോൾ GK, കറണ്ട് അഫയേഴ്സ്, മാത്സ്, മെന്റൽ എബിലിറ്റി, സയൻസ് എല്ലാം ഉണ്ടായിരിക്കും. അഡീഷണൽ ആയിട്ട് PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പഴയ SCERT പുതിയ SCERT NCERT ഒക്കെ ഉണ്ടായിരിക്കും. തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരിക്കും ക്ലാസ് വരുന്നത്. ശനിയും ഞായറും റിവിഷനാണ്, ഞായറാഴ്ച രാത്രി പരീക്ഷ. ആ ഒരു രീതിയിലാണ് ക്ലാസ്സുകൾ നമ്മൾ ഉടൻ ആരംഭിക്കുന്നു. അപ്പൊ ഇത്രയും ചുരുങ്ങിയ ഫീസിൽ, ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് നിങ്ങൾക്ക് മെയിൻസ് ബാച്ച് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഒക്കെ ഫസ്റ്റ് കമന്റിലുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ വാട്സ്ആപ്പ് നമ്പറും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. കൂടാതെ LDC അടുത്ത വർഷം LDC ആകണ്ടേ? ഈ വർഷം നോട്ടിഫിക്കേഷൻ വരുന്നു. നിങ്ങൾ പഠിച്ച് അപ്പൊ തന്നെ കഴിഞ്ഞിരിക്കണം. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കരുത്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ഞാൻ സർക്കാർ ജോലി നേടിയെടുത്ത വഴികളിലൂടെ, ഞാൻ LDC ആയ വഴികളിലൂടെ നിങ്ങളെയും നയിക്കാൻ വേണ്ടി ഇതാ വീണ്ടും ഒരുങ്ങുകയാണ്. നമ്മുടെ ആദ്യത്തെ 2 ബാച്ച് സക്സസ്ഫുള്ളി റണ്ണിംഗ് ആണ്. അപ്പൊ 3ാമത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീസ് അടയ്ക്കാൻ പറ്റും. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് എല്ലാ നോട്ടും പ്രിന്റ് എടുക്കാൻ പറ്റും കേട്ടോ. അടുത്ത വർഷം ഡിസംബർ 31 വരെ ഈ ഒരു ബാച്ചിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കുവേ. 2027 ഡിസംബർ 31. അതായത് ഈ വർഷം നടക്കാനിരിക്കുന്ന ഏത് പരീക്ഷയായാലും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഏത് പരീക്ഷയായാലും ഈ ഒരു ബാച്ചിലെ കാര്യങ്ങൾ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. സെറ്റാണ്. ക്ലാസ്സുകൾ നമ്മൾ ഉടനെ തന്നെ ആരംഭിക്കുന്നു. അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും ലിമിറ്റഡ് സീറ്റേ ഉള്ളേ. ഓരോരുത്തർക്കും സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ലിമിറ്റഡ് സീറ്റ് ആണ്. ഇതിലും ഫുൾ സിലബസ് കവറേജ് ആണ്. ഈ ഒരു ബാച്ചിലും ഫുൾ സിലബസ് കവറേജ്, കറണ്ട് അഫയേഴ്സ്, പഴയ SCERT പുതിയ SCERT BSc പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ഫാക്ട്സും എല്ലാം കിട്ടും. ഇതിലൊരു പ്രത്യേകത, നിങ്ങൾക്ക് നോട്ട് എല്ലാം പ്രിന്റ് എടുക്കാനും പറ്റും. സെറ്റ് അല്ലേ? ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ നോക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ചപ്പാത്തി പ്രസ്ഥാനം. 1857 1ാം സ്വാതന്ത്ര്യ സമരം അഥവാ സെപ്പോയി മ്യൂട്ടണി അഥവാ ശിപ്പായി ലഹളയുമായി ബന്ധപ്പെട്ടതാണ് ചപ്പാത്തി മൂവ്മെന്റ്. അപ്പൊ എന്താണ് ഈ ചപ്പാത്തി പ്രസ്ഥാനം എന്ന് മനസ്സിലാക്കുക. 1857 വിപ്ലവത്തിന് തൊട്ടു മുൻപ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ അർദ്ധരാത്രിയിൽ രഹസ്യമായി ചപ്പാത്തികൾ കൈമാറുന്ന ഒരു പ്രതിഭാസം വ്യാപകമായിരുന്നു. ഒരു ഗ്രാമത്തിലെ ചൌക്കീദാർ, ആരാണ് ഈ ചൌക്കീദാർ? കാവൽക്കാരൻ. അടുത്ത ഗ്രാമത്തിലെ കാവൽക്കാരന് 4 or 5 ചപ്പാത്തികൾ നൽകുകയും അയാൾ അത് വാങ്ങി കൂടുതൽ ചപ്പാത്തികൾ ഉണ്ടാക്കി അടുത്ത ഗ്രാമങ്ങളിലേക്ക് കൈമാറുകയും ചെയ്യുന്നതായിരുന്നു രീതി. എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യം വെച്ചത്? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വിപ്ലവത്തിന്റെ സന്ദേശവും ഐക്യവും
ഗ്രാമങ്ങൾ തോറും രഹസ്യമായി എത്തിക്കാനുള്ള ഒരു കോഡ് അല്ലെങ്കിൽ ഒരു ആശയവിനിമയ മാർഗമായിരുന്നു ഇത് എന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്. ഇത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വലിയ രീതിയിൽ ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്താണ് ലോട്ടസ് മൂവ്മെന്റ് അഥവാ കമൽ ആന്തോളൻ എന്ന് പറയുന്നത്? ഈ ചപ്പാത്തി ഗ്രാമീണർക്കിടയിൽ വിതരണം ചെയ്തപ്പോൾ ചുവന്ന താമരപ്പൂക്കൾ വിപ്ലവകാരികളായ സൈനികർക്കിടയിൽ രഹസ്യ സന്ദേശമായി കൈമാറിയിരുന്നു. അതിനെയാണ് ലോട്ടസ് മൂവ്മെന്റ് അഥവാ കമൽ ആന്തോളൻ എന്ന് പറയുന്നത്. സെറ്റല്ലേ? ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറഞ്ഞാൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് 1857 മെയ് മാസം 10 ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നും 1857 മെയ് മാസം 10 ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നും ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. 1857 വിപ്ലവത്തിലെ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ UP ആണ്. 1857 വിപ്ലവത്തിന്റെ ചിഹ്നമായി കണക്കാക്കിയത് എന്താണ്? താമരയും ചപ്പാത്തിയും ആണെന്ന് മനസ്സിലാക്കുക. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ ആയിരുന്നു മുഗൾ ഭരണാധികാരി. ഇനി ഡൽഹി കീഴടക്കിയ വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി, അതായത് ഷഹൻഷാ ഇ ഹിന്ദുസ്ഥാൻ ആയി പ്രഖ്യാപിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെ വധിച്ച അഡ്ജൂട്ടന്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥന്റെ പേരെന്താ? ലഫ്റ്റനന്റ് ഹെൻറി ബോഗ്. ലഫ്റ്റനന്റ് ഹെൻറി ബോഗ് ആണെന്ന് മനസ്സിലാക്കുക. മംഗൾ പാണ്ഡെ തൂക്കിലേറ്റിയത് എന്ന 1857 ഏപ്രിൽ മാസം 8 ഡെവിൾസ് വിൻഡ് അഥവാ ചെകുത്താന്റെ കാറ്റ് എന്ന് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചത് ഏത് സമരത്തെയാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ് ഇപ്രകാരം വിശേഷിപ്പിച്ചത്. ഇനി ഓർക്കാനുള്ളത് 1857 വിപ്ലവത്തിന്റെ പ്രധാന നേതാക്കളും അവർ നേതൃത്വം നൽകിയ സ്ഥലങ്ങളുമാണ്. ഝാൻസിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഝാൻസിയിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിഭായി ആണ്. റാണി ലക്ഷ്മിഭായി നേതൃത്വം നൽകിയത് എവിടെയാണ്? ഝാൻസിയിലാണ്. ഗ്വാളിയോറിൽ നേതൃത്വം നൽകിയതും ആരെല്ലാം ചേർന്നിട്ടാണ്? റാണി ലക്ഷ്മിഭായും താന്തിയ തോപ്പിയും ചേർന്നിട്ടാണ്. പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ് ആണെന്ന് പറഞ്ഞില്ലേ? മീററ്റിൽ നേതൃത്വം നൽകിയത് ആരാണ് എന്ന് ചോദിച്ചാൽ കദം സിംഗ് ആണ്. കദം സിംഗ്. ബീഹാർ അല്ലെങ്കിൽ ആര. ബീഹാറിൽ ആരാ? കൻവർ സിംഗ് ആണ് ബീഹാർ അല്ലെങ്കിൽ ആരയിൽ നേതൃത്വം നൽകിയത്. കാൺപൂരിൽ എപ്പോഴും ചോദിക്കാറുണ്ട് നാനാ സാഹിബും താന്തിയ തോപ്പിയും. കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരെല്ലാം ചേർന്നിട്ടാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയും ചേർന്നിട്ടാണ്. ആഗ്ര അതുപോലെ അവധ്, ലക്നൗ ഈ 3 സ്ഥലങ്ങളിലും നേതൃത്വം നൽകിയത് ആരാണ്? ബീഗം ഹസ്രത് മഹൽ. ബീഹാർ ചോദിച്ചാലും ജഗദീഷ്പൂർ ചോദിച്ചാലും ആര് തന്നെയാണ്? കൻവർ സിംഗ് ആണെന്ന് ഓർക്കുക. ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് ആരാണ്? മൗലവി അഹമ്മദുള്ള. ഡൽഹിയിൽ ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും ചേർന്നതാണ് നേതൃത്വം നൽകിയത്. സെറ്റ് അല്ലേ? അപ്പൊ നമ്മുടെ ബാച്ചിന്റെ കാര്യം മറക്കണ്ട. ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തോളാം. ജോയിൻ ചെയ്യേണ്ട ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡോക്ടർ KN രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആദ്യത്തെ പ്രസ്താവന നോക്കിക്കേ. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ. ഇദ്ദേഹം പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നില്ല. പ്രധാനമന്ത്രിമാരാണ് പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ പദവി വഹിക്കുന്നത്. കൂടാതെ റിസർവ് ബാങ്ക് ഗവർണറും ഇദ്ദേഹമായിട്ടില്ല. എന്നാൽ ഇദ്ദേഹം പ്ലാനിംഗ് കമ്മീഷനിലെ അംഗമായിരുന്നു. RBIയുടെ സെൻട്രൽ ബോർഡ് അംഗവുമായിരുന്നു. പക്ഷെ ചെയർമാനും ഗവർണറും ഒന്നും ആയിട്ടില്ല. അപ്പൊ തെറ്റായ പ്രസ്താവന 1ഉം 2ഉം ആണ്. ഓപ്ഷൻ D ആണ് ഉത്തരം. അടുത്ത മൂന്നാമത്തെ നോക്കിക്കേ. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ സ്ഥാപകൻ തിരുവനന്തപുരത്തുള്ള പ്രശസ്തമായ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് അഥവാ CDS സ്ഥാപിച്ചത് ഡോക്ടർ KN രാജാണ്. വർഷം 1970. കൂടാതെ ഓർഗനൈസേഷണൽ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ എന്ന കൃതി രചിച്ചതും ആര് തന്നെയാണ്? KN രാജാണ്. ഇന്ത്യയുടെ
ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം 1951-56. ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ KN രാജാണ്. അതുകൊണ്ട് തന്നെ ഒന്നാം പദ്ധതിയുടെ മുഖ്യ ശില്പികളിൽ ഒരാളായി ഇദ്ദേഹം അറിയപ്പെടുന്നു. കേരളത്തിന്റെ വികേന്ദ്രീകൃത വികസനത്തിനും അതായത് വികേന്ദ്രീകൃത ആസൂത്രണത്തിനും കേരള മോഡൽ വികസന പഠനങ്ങൾക്കും അടിത്തറയിട്ടത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ CDS നടന്ന ഗവേഷണങ്ങളാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിട്ട് ഡോക്ടർ KN രാജ് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ പ്രശസ്തമായ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് വളർത്തിയതിലും വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് ആര്? ഡോക്ടർ KN രാജ്. ഇനി ഈ ഒരു ചോദ്യം വന്നേക്കുന്നതേ നമ്മൾ സാധാരണ KN രാജിനെ കുറിച്ച് പഞ്ചവത്സര പദ്ധതികളിൽ പരാമർശിച്ചു പോകുന്നുണ്ട്. കൂടാതെ NCERT 12ാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് 3ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെന്റ്, ആസൂത്രിത വികസനത്തിന്റെ രാഷ്ട്രീയം, ആ ചാപ്റ്ററിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പറയുന്ന ഭാഗത്ത് KN രാജിന്റെ കാര്യം പരാമർശിക്കുന്നുണ്ട്. അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമ്പത്തിക വിദഗ്ധൻ ആര്? KN രാജ്. കൂടാതെ ഇദ്ദേഹം വാദിച്ച ഒരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇന്ത്യ ആദ്യ 2 ദശകങ്ങളിൽ സാവധാനം മുന്നേറണമെന്നും ദ്രുതഗതിയിലുള്ള വികസനം ജനാധിപത്യത്തെ അപകടത്തിലാക്കുമെന്നും വാദിച്ചത് ആരാണ്? ഡോക്ടർ KN രാജാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ രാജ്യത്തെ ദാരിദ്ര്യ ചക്രത്തിൽ നിന്നും മോചിപ്പിക്കുക, ഡാമുകൾ, ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കൽ എന്നിവയുൾപ്പെടെ കാർഷിക മേഖലയുടെ പുരോഗതിക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 56-61 തയ്യാറാക്കിയത് PC മെഹ്ലനോബിസിന്റെ നേതൃത്വത്തിലുള്ള സാമ്പത്തിക വിദഗ്ധരാണ് എന്ന് മനസ്സിലാക്കുക. സാധ്യമായ എല്ലാ ദിശകളിലും ദ്രുതഗതിയിൽ ഘടനാപരമായ പരിവർത്തനം കൊണ്ടുവന്നത് ഏത് പദ്ധതിയാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഇനി ഈ ത്വരിതഗതിയിലുള്ള വ്യവസായവൽക്കരണം ഒരു പോയിന്റ് ഈ ചാപ്റ്റർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു സമ്മേളനത്തെ കുറിച്ചാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യയിൽ ഒരു സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സമൂഹം രൂപീകരിക്കാനുള്ള തീരുമാനം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ആവടി കോൺഗ്രസ് സമ്മേളനമാണ്. ഏതാണ്? ആവടി കോൺഗ്രസ് സമ്മേളനം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത്. 1942 ഓഗസ്റ്റ് മാസം 9 ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം, ഇപ്പോൾ ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയതിലൂടെ അരുണ ആസഫ് അലി ചരിത്രത്തിൽ ഇടം നേടി. മറ്റു വിശേഷണങ്ങൾ എന്തൊക്കെയാണ് അരുണ ആസഫ് അലിയുടെ? ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പ്രധാന നേതാക്കളെല്ലാം ജയിലിലായപ്പോൾ അച്യുത് പട്വർദ്ധൻ, റാം മനോഹർ ലോഹ്യ എന്നിവർക്കൊപ്പം ഒളിവിലിരുന്ന് ഇൻകുലാബ് എന്ന പത്രം നടത്തി സമരം നയിച്ചത് ആരാണ്? അരുണ ആസഫ് അലിയാണ്. അരുണ ആസഫ് അലിക്ക് എന്തൊക്കെ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്? അരുണ ആസഫ് അലിക്ക് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 1997 ഭാരതരത്നം അരുണ ആസഫ് അലിക്ക് ലഭിക്കുന്നത്. ബാക്കി ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. ആദ്യത്തെ താരാറാണി ശ്രീവാസ്തവ ആരാണ്? ബീഹാറിലെ സരൺ ജില്ലയിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ ധീര വനിതയാണ് താരാറാണി ശ്രീവാസ്തവ. ഓപ്ഷൻ സി മാതങ്കി ഹസ്ര ആരാണ്? ബംഗാളിലെ ക്വിറ്റ് ഇന്ത്യ സമര നായികയാണ്. പതാകയുമായി മാർച്ചിൽ പങ്കെടുക്കവേ ബ്രിട്ടീഷ് വെടിയേറ്റ് മരിച്ച വ്യക്തി കൂടിയാണ്. ഗാന്ധി ബുഡി, അതായത് ഓൾഡ് ലേഡി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മാതങ്കി ഹസ്ര. സരോജിനി നായിഡു ആരാണ്? ഇന്ത്യയുടെ നൈറ്റിംഗൽ, വാനമ്പാടി. അതുപോലെ ഉപ്പു സത്യാഗ്രഹത്തിന് ധരാസനയിൽ നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? സരോജിനി നായിഡു ആണ്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ കുറിച്ച് അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ച് ഓർക്കാനുള്ള പോയിന്റ്സ് ഏതൊക്കെയാ? 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. ഏത് വർഷം? 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് കോൺഗ്രസ് ഏത് സമരം ആരംഭിച്ചത്? ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എന്ന് മനസ്സിലാക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രസ്ഥാനമാണ് ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്ത വ്യക്തി ആരാണ്? യൂസഫ് മെഹർ അലിയാണ്. യൂസഫ് മെഹർ അലി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? ബോംബെയിൽ വെച്ചാണ്.
ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായത് എന്ന 1942 ഓഗസ്റ്റ് മാസം 9, PSC കൊടുക്കുന്നത് ഓഗസ്റ്റ് മാസം 8 എന്നാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസഫ് അലി. താംലൂക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രകടനത്തിനിടയിൽ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട വനിത ആരാണ്? മാതങ്കി ഹസ്ര. മാതങ്കി ഹസ്ര. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യം എന്താണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. ഇനി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഓർക്കുക. എന്താണ് കേരളത്തിൽ നടന്ന സംഭവം? കീഴരിയൂർ ബോംബ് കേസ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഡോക്ടർ KB മേനോനാണ്. KB മേനോൻ തന്നെയാണ് കീഴരിയൂർ ബോംബ് കേസിനെ തുടർന്ന് അറസ്റ്റിലായ വ്യക്തിയും. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? MP നാരായണ മേനോൻ, K കേളപ്പൻ, E മൊയ്തു മൗലവി, AV കുട്ടിമാളു അമ്മ എന്നിവരാണ്. മലബാറിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ KB മേനോൻ. സെറ്റല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആദ്യ പ്രസ്താവന നോക്കിക്കേ. വ്യവസായികളും സംരംഭകരും ആസൂത്രണത്തിന് എതിരായിരുന്നു. തെറ്റാണ്. ബോംബെ പ്ലാൻ എന്ന് പറയുമ്പോൾ തന്നെ ബോംബെ പ്ലാനിൽ ഈ വ്യവസായികൾ പ്ലാനിങ് അഥവാ ആസൂത്രണത്തിന് എതിരായിരുന്നില്ല. മറിച്ച് ഇന്ത്യയിൽ ഒരു ആസൂത്രിത സാമ്പത്തിക വ്യവസ്ഥ വേണമെന്ന് അവരാണ് ശക്തമായി ആവശ്യപ്പെട്ടത്. അതുപോലെ അവർ ആഗോള മൂലധന നിക്ഷേപത്തിനല്ല, രാജ്യത്തിനകത്തെ വ്യവസായ വളർച്ചയ്ക്കാണ് മുൻഗണന നൽകിയത്. അപ്പൊ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കിക്കേ. വ്യാവസായികവും സാമ്പത്തികവുമായ നിക്ഷേപങ്ങളിൽ രാഷ്ട്രം മുൻകൈ എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. ശരിയാണ്. വ്യവസായ സാമ്പത്തിക മേഖലകളിൽ വികസനം കൊണ്ടുവരാൻ രാഷ്ട്രം മുൻകൈ എടുക്കണമെന്നും വലിയ നിക്ഷേപങ്ങൾ നടത്തണമെന്നും ഈ ഒരു പ്ലാൻ ആവശ്യപ്പെട്ടു. ഇന്ത്യക്കായി ഒരു ആസൂത്രിത സാമ്പത്തിക വ്യവസ്ഥയ്ക്കുള്ള നിർദ്ദേശങ്ങളാണ് ഇതിലൂടെ തയ്യാറാക്കിയത്. ബോംബെ പ്ലാൻ വർഷം ഏതാ? 1944. ആരാണ് ഇതിന് പിന്നിൽ? ഇന്ത്യയിലെ പ്രമുഖരായ 8 വൻകിട വ്യവസായികൾ ചേർന്നിട്ടാണ് ഈ ഒരു പദ്ധതി തയ്യാറാക്കിയത്. ആരൊക്കെയാണ്? പെട്ടെന്ന് പറയാം അവരുടെ പേര്. പുരുഷോത്തം ദാസ് ഠാക്കൂർ ദാസ്, JRD ടാറ്റ, GD ബിർല, ലാല ശ്രീറാം, കസ്തൂർഭായ് ലാൽഭായ്, AD ഷ്രോഫ്, CH ബാബ, ജോൺ മത്തായി. ഇവരായിരുന്നു ഈ 8 വ്യവസായികൾ. അപ്പോ ഈ ഒരു ബോംബെ പ്ലാന്റെ ലക്ഷ്യം എന്താണ്? സ്വാതന്ത്ര്യ സമര ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനായി സർക്കാർ ഇടപെടലുകളോടുള്ള ഒരു മാതൃക സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. പിൽക്കാലത്ത് ഇന്ത്യ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയുടെയും അതുപോലെ ആസൂത്രണ കമ്മീഷന്റെയും ഒക്കെ ആശയങ്ങൾക്ക് ബോംബെ പ്ലാൻ വലിയൊരു പ്രചോദനവും ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആരാണ്? ഓപ്ഷൻ ബി ക്യാപ്റ്റൻ ലക്ഷ്മി അഥവാ ലക്ഷ്മി സൈഗാൾ. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെന്റിന്റെ കമാൻഡർ ആയിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി. ബ്രിട്ടീഷ് സൈന്യം തടവിലാക്കിയ INA ഉദ്യോഗസ്ഥരിൽ ഒരാൾ കൂടിയായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി. അതുകൊണ്ട് തന്നെ ഇവർ പ്രതിക്കൂട്ടിലായിരുന്നു. സംരക്ഷണ സമിതിയിൽ അംഗമായിരുന്നില്ല. ഇവർ ആ സമയത്ത് പ്രതിക്കൂട്ടിലായിരുന്നു. ഇനി തടവിലാക്കപ്പെട്ട INA സൈനികരെയും ഉദ്യോഗസ്ഥരെയും കോർട്ടിൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച കമ്മിറ്റിയാണ് ഏത്? INA ഡിഫൻസ് കമ്മിറ്റി. INAയുടെ വിചാരണ നടന്നത് 1945-46 കാലഘട്ടത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ചാണ് ബ്രിട്ടീഷുകാർ ഈ ഒരു വിചാരണ നടത്തിയത്. ഷാനവാസ് ഖാൻ, പ്രേംകുമാർ സെയ്ഗാൾ, ഗുരു ബക്ഷ് സിംഗ് ധില്ലൻ എന്നീ 3 പ്രധാന ഉദ്യോഗസ്ഥരെ ആയിരുന്നു വിചാരണ ചെയ്തത് എന്നുകൂടി ഓർക്കുക. ആരെയൊക്കെയാണ് വിചാരണ ചെയ്തത്? ഷാനവാസ് ഖാൻ, പ്രേംകുമാർ സെയ്ഗാൾ, ഗുരു ബക്ഷ് സിംഗ് ധില്ലൻ എന്നീ 3 പ്രധാന ഉദ്യോഗസ്ഥരെ ആയിരുന്നു വിചാരണ ചെയ്തത്. പ്രതിരോധിച്ച പ്രമുഖ വക്കീലന്മാർ ആരൊക്കെ? ഈ സമിതിയുടെ നേതൃത്വം വഹിച്ചത് പ്രശസ്ത വക്കീലായ ഭൂലാഭായി ദേശായി ആണ്. ഭൂലാഭായി ദേശായി. ഇദ്ദേഹത്തോടൊപ്പം തേജ് ബഹദൂർ സപ്രു, അസഫ് അലി, ജവഹർലാൽ നെഹ്റു ഇവരൊക്കെ ഈ പ്രതികൾക്കായി
വാദിച്ചു. ചെങ്കോട്ടയെ തകർക്കൂ, INA സൈനികരെ മോചിപ്പിക്കൂ എന്ന മുദ്രാവാക്യം അക്കാലത്ത് ഇന്ത്യ ഒട്ടാകെ അലയടിക്കുകയും ചെയ്തു എന്ന് ഓർക്കുക. അപ്പൊ INA വിചാരണയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ബ്രിട്ടീഷുകാർ തടവിലാക്കിയ INA സൈനികരെ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് വിചാരണ ചെയ്തത് 1945-46 ആണെന്ന് പറഞ്ഞു. INA വിചാരണ നടന്ന സ്ഥലം എവിടെയാണ്? ഡൽഹിയിലെ ചെങ്കോട്ട. INA വിചാരണയുടെ മറ്റൊരു പേരെന്താ? ചെങ്കോട്ട വിചാരണ എന്ന് തന്നെയാണ്. 1945 നവംബർ മാസം 5-നാണ് ചെങ്കോട്ട വിചാരണ ആരംഭിച്ചത്. INA ദിനമായി രാജ്യമെമ്പാടും ആചരിച്ചത് എന്നാണ് 1945 നവംബർ മാസം 12-നാണ്. INA ഭടന്മാർക്കായി വാദിക്കാൻ കോൺഗ്രസ് രൂപം കൊടുത്ത അഭിഭാഷക സമിതിയുടെ തലവൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തിയാണ്, ഭൂലാഭായ് ദേശായി ആണ്. ഭൂലാഭായ് ദേശായി. ഓക്കെ. INA-യുടെ സ്ഥാപകൻ ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. INA-യുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫ് ആരാണ്? ക്യാപ്റ്റൻ മോഹൻ സിംഗ്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകൃതമായ വർഷം 1942 ആണ്. സുഭാഷ് ചന്ദ്ര ബോസിന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെയും നേതൃത്വം കൈമാറിയത് ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ്. അടുത്ത ചോദ്യം നോക്കാം. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി റാഫി അഹമ്മദ് കിദ്വായി ആയിരുന്നു. ഓപ്ഷൻ സി റാഫി അഹമ്മദ് കിദ്വായി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി, അതായത് വാർത്താവിനിമയ മന്ത്രിയായിരുന്നു ഇദ്ദേഹം. പിൽക്കാലത്ത് ഭാരതത്തിലെ ഭക്ഷ്യകാർഷിക മന്ത്രിയായിട്ടും ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിൽ രാത്രികാലങ്ങളിൽ വിമാനമാർഗം തപാൽ ഉരുപ്പടികൾ എത്തിക്കുന്ന വിപ്ലവകരമായ പദ്ധതിക്ക് തുടക്കമിട്ടത്, അതായത് നൈറ്റ് എയർമെയിൽ സർവീസ്, രാത്രികാലത്ത് ഇങ്ങനെ കത്തുകൾ കൊണ്ടു കൊടുക്കുന്ന ആ ഒരു തപാൽ ഉരുപ്പടികൾ എത്തിക്കുന്ന ആ ഒരു പരിപാടിക്ക് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് തുടക്കമിട്ടത്. ബാക്കി ഓപ്ഷനിലെ വ്യക്തികളെ നോക്കിക്കേ. രാജ്കുമാരി അമൃത് കൗർ. ആരായിരുന്നു ഇവർ? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ക്യാബിനറ്റ് മന്ത്രി കൂടിയാണ് ആര്? രാജ്കുമാരി അമൃത് കൗർ. എയിംസ് ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ് രാജ്കുമാരി അമൃത് കൗർ. ഓപ്ഷൻ ബി മൗലാന അബുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബുൽ കലാം ആസാദ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ മാസം 11 ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. ജഗ്ജീവൻ റാമിന്റെ പ്രത്യേകത എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി, ലേബർ മിനിസ്റ്റർ ആയിരുന്നു ജഗ്ജീവൻ റാം. ഏറ്റവും കൂടുതൽ കാലം കേന്ദ്രമന്ത്രിയായിരുന്ന റെക്കോർഡും ആർക്കാണ്? ഇദ്ദേഹത്തിന്റെ പേരിലാണ് എന്നുകൂടി ഓർക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം എന്താണ്? വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ, രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ അംഗീകരിക്കാത്തതിന്റെ കാരണം ഇവയൊക്കെയാണ്. ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ ഇന്ത്യ വിഭജനത്തിന്റെ വലിയൊരു ആഘാതത്തിലൂടെയാണ് ഇന്ത്യ കടന്നുപോയത്. ഈ ഒരു സാഹചര്യത്തിൽ ഭാഷയുടെ പേരില് വീണ്ടും സംസ്ഥാനങ്ങൾ വിഭജിക്കുന്നത് രാജ്യത്ത് വിഘടനവാദ ഭീഷണി കൊണ്ടുവരും, അതായത് സെപ്പറേറ്റിസം കൊണ്ടുവരും, ഡിസിന്റഗ്രേഷൻ വർദ്ധിപ്പിക്കുമെന്നും അതുപോലെ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും അത് ദോഷകരമായി ബാധിക്കുമെന്നും കേന്ദ്ര നേതൃത്വം ഭയന്നു. കൂടാതെ അക്കാലത്ത് രാജ്യം നേരിട്ടിരുന്ന കടുത്ത സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിഞ്ഞു പോകാൻ ഇത് കാരണമാകുമെന്നും നെഹ്റുവും പട്ടേലും അടക്കമുള്ള നേതാക്കൾ കരുതിയിരുന്നു. ഇനി ധാർ കമ്മീഷനെ കുറിച്ച് നിങ്ങൾ ഓർക്കുക. ധാർ കമ്മീഷൻ 1948 ആണ്. JVP കമ്മിറ്റിയും 1948. അതായത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ തിരിക്കണമോ എന്ന് പഠിക്കാൻ നിയമിച്ച ആദ്യത്തെ കമ്മിറ്റികളാണ് SK ധർ കമ്മീഷനും അതുപോലെ JVP കമ്മിറ്റിയും. JVP എന്ന് പറയുമ്പോൾ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. പിന്നെ പോറ്റി ശ്രീരാമലുവിന്റെ മരണം നടന്നില്ലേ 1952 തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേക സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ട് നിരാഹാരം കിടക്കുകയും പോറ്റി ശ്രീരാമലു അന്തരിക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ അന്തരിച്ചതോടെ സംഭവം നടന്നതോടെയാണ് കേന്ദ്ര സർക്കാർ തങ്ങളുടെ നിലപാട് മാറ്റാൻ നിർബന്ധിതരാകുകയും തുടർന്ന് 1953 ആദ്യത്തെ ഭാഷാ സംസ്ഥാനമായിട്ട് ആന്ധ്ര സംസ്ഥാനം നിലവിൽ വരികയും ചെയ്തു. പിന്നീട് 1953 തന്നെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചു. അതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? 3-അംഗ കമ്മിറ്റി. അതിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഫസൽ അലി. ഈ 3-അംഗ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെ? ഒന്ന് ഫസൽ അലി, രണ്ടാമത്തത് KM പണിക്കർ, മൂന്നാമത്തത് ഹൃദയനാഥ കുൻസ്രു എന്ന HN കുൻസ്രു.
അപ്പോൾ ഈ ഒരു 3 അംഗ കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, ഈ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് 1956 നവംബർ 1 കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഔദ്യോഗികമായി രൂപം കൊണ്ടത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആദ്യത്തെ പ്രസ്താവന ഇന്ത്യയുടെ ഐക്യം എന്ന സങ്കല്പത്തിന് കരുത്തേകി, ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു, ഇത് രണ്ടും ശരിയാണ്. അപ്പൊ ആദ്യത്തെ പ്രസ്താവന നോക്കിക്കേ, ഇന്ത്യയുടെ ഐക്യം എന്ന സങ്കല്പത്തിന് കരുത്തേകി. ഈ ഒരു സമ്മേളനം, അതായത് 1939 അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം ബ്രിട്ടീഷ് ഇന്ത്യയും നാട്ടുരാജ്യങ്ങളും വെവ്വേറെ അല്ല, മറിച്ച് ഒരൊറ്റ ഇന്ത്യ എന്ന ഐക്യ സങ്കല്പത്തിന് ശക്തമായ അടിത്തറ നൽകി. ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കിക്കേ, നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങൾക്ക് അഥവാ പ്രജകൾക്ക് മൗലികമായ അവകാശങ്ങളും ജനാധിപത്യപരമായ ഭരണ സംവിധാനങ്ങളും വേണമെന്ന് ഈ ഒരു പ്രസ്ഥാനം ശക്തമായി വാദിക്കുകയുണ്ടായി. ഇനി 3ഉം 4ഉം തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. നാട്ടുരാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചു, നാട്ടുരാജാക്കന്മാരുടെ കൂട്ടായ്മ നിലവിൽ വന്നു. ഇത് തെറ്റാകാൻ കാരണം ഇവർ രാജാക്കന്മാരുടെ താല്പര്യങ്ങൾക്കോ അവരുടെ കൂട്ടായ്മയ്ക്കോ വേണ്ടിയല്ല, മറിച്ച് അവിടുത്തെ സാധാരണക്കാരായ പ്രജകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു സമ്മേളനം പോരാടിയത് എന്ന് ഓർക്കുക. ഇപ്പോൾ ഓൾ ഇന്ത്യ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസ് ആദ്യമായി രൂപീകരിച്ചത് 1927 നാട്ടുരാജ്യങ്ങളിലെ ജനാധിപത്യ സമരങ്ങളെ ഏകോപിപ്പിക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം, അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിന്റെ ലക്ഷ്യം. 1939 പ്രത്യേകത എന്താണ്? 1939 ലുധിയാനയിൽ നടന്ന ഈ ഒരു അഖിലേന്ത്യാ നാട്ടുരാജ്യ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. ഇതോടെ നാട്ടുരാജ്യങ്ങളിലെ പ്രജാമണ്ഡല സമരങ്ങൾക്ക് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേരിട്ടുള്ള പിന്തുണ ലഭിച്ചു. ഇനി കേരളവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള സ്റ്റേറ്റ് കോൺഗ്രസ് സമരങ്ങൾക്കും കൊച്ചിയിലെ പ്രജാമണ്ഡലം പ്രവർത്തനങ്ങൾക്കും വലിയ ഊർജം നൽകിയത് ഈ ഒരു അഖിലേന്ത്യാ പ്രസ്ഥാനമാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി ആര്? സി രാജഗോപാലാചാരിയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയില് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ആസൂത്രണ പദ്ധതി ഉണ്ടല്ലോ, സോവിയറ്റ് യൂണിയന്റെ മാതൃകയിലുള്ള കേന്ദ്രീകൃത ആസൂത്രണം. അപ്പൊ ഈ കേന്ദ്രീകൃത ആസൂത്രണത്തെയും പൊതുമേഖലയ്ക്ക് അമിത പ്രാധാന്യം നൽകുന്ന സാമ്പത്തിക നയങ്ങളെയും ഒക്കെ കടുത്ത ഭാഷയിൽ ആര് വിമർശിച്ചിട്ടുണ്ട്? സി രാജഗോപാലാചാരി വിമർശിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ അമിതമായ ലൈസൻസ് നിയന്ത്രണങ്ങളെ അദ്ദേഹം വിളിച്ചത് ലൈസൻസ് പെർമിറ്റ് രാജ് എന്ന് വിളിച്ചാണ് ഇദ്ദേഹം പരിഹസിച്ചത്. ലൈസൻസ് പെർമിറ്റ് രാജ്. സ്വകാര്യ സംരംഭകർക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന് ഇദ്ദേഹം വാദിച്ചു. സ്വകാര്യ സംരംഭകർക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന് ഇദ്ദേഹം വാദിക്കുകയും ഉണ്ടായി. ഇനി നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങളിൽ പ്രതിഷേധിച്ച് 1959 ഇദ്ദേഹം സി രാജഗോപാലാചാരി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. അതിന്റെ പേരാണ് സ്വതന്ത്ര പാർട്ടി. കൂടാതെ രാജാജിയെ കുറിച്ച് ഓർക്കേണ്ട, അല്ലെങ്കിൽ രാജഗോപാൽ ആചാര്യയെ കുറിച്ച് ഓർക്കേണ്ട പോയിന്റ്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യൻ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാൽ ആചാര്യാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യൻ ഗവർണർ ജനറൽ. കൂടാതെ ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ആദ്യമായി ലഭിച്ച വ്യക്തികളിൽ ഒരാൾ 1954 ആരാണ്? സി രാജഗോപാലാചാരി. തമിഴ്നാട്ടിലെ ഉപ്പു സത്യാഗ്രഹം, അതായത് വേദാരണ്യത്തിൽ നേതൃത്വം നൽകിയത് ആരാണ്? സി രാജഗോപാലാചാരിയാണ്. ബാക്കി ഓപ്ഷൻസ് ജവഹർലാൽ നെഹ്റു, KN രാജ, M വിശ്വേശ്വരയ്യ ഇവരൊക്കെ ഇന്ത്യയിൽ ആസൂത്രിത സമ്പദ് വ്യവസ്ഥയ്ക്കും കേന്ദ്രീകൃത ആസൂത്രണത്തിനുമൊക്കെ അടിത്തറയിട്ടവരാണ്. ഇവരാരും വിമർശകരായിരുന്നില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മാക്സിമം ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കോഴ്സ് ഉടനെ ആരംഭിക്കുകയാണ്. LDCയുടെ പുതിയ ബാച്ച്, അതുപോലെ കമ്പനി LGSന്റെ പുതിയ ബാച്ച് ഒക്കെ ഉടനെ ആരംഭിക്കുന്നു. നമ്മുടെ ആപ്പ് കയറി ചെക്ക് ചെയ്തോളാം. സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.